ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നൊയമ്പിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും അതേപോലെ വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. കഞ്ഞിവെള്ളം കട്ടിയാകാതെ നല്ല ലൂസായിട്ട് തന്നെ കഞ്ഞിവെള്ളം കിട്ടണം. ഇനി നമ്മളിതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ തേങ്ങ ചിരവിയത്, അര സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, ഒരു നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ ഇതിനകത്ത് കുറച്ച് വാളൻ പുളിയും കൂടെ ചേർത്ത് വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനകത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഓരോ പിഞ്ച് വീതം ഉലുവാപ്പൊടിയും പിന്നെ നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതലാകണ്ട, ഓരോ പിഞ്ച് മാത്രം മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വീണ്ടും ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഇനി നമ്മൾ ഇത്രത്തോളം ഇതേപോലെ ലൂസാക്കി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കുക. അന്നേരം മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇനി മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് വേറെ ചട്ടിയിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അന്നേരം കഞ്ഞിവെള്ളം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്ത് വയ്ക്കുക. നമ്മളിപ്പം കുറച്ച് ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. അന്നേരം കഞ്ഞിവെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. അത്രത്തോളം മതിയാകും. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇനി നമ്മളതിനകത്ത് കറിവേപ്പിലയും 3-4 ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? നമുക്ക് നൊയമ്പിനൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാൻ പറ്റിയൊരു കറിയാണ്. അന്നേരം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.